ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ദ്വാരക 7-ാം ദിവസം സമുദ്രത്തിനടിയിലായി. ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക മുഴുവനായും കടലടിച്ചു പോയിരുന്നു. 4 ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച ദിവ്യവിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു. അതെടുക്കാനായി ബൃഹസ്പതി വായുദേവനെ വിളിച്ചു. വായുദേവൻ വിഗ്രഹമൊടുവിൽ കരയിലെത്തിച്ചു. വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ആകാശമാർഗം ഭൂമി മുഴുവൻ കറങ്ങി നടന്നു. അപ്പോഴാണ് അവർ അത്ഭുത കാഴ്ച കണ്ടത്. പാർവതി പരമേശ്വരന്മാർ ആനന്ദ നൃത്തമാടുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ താഴെയിറങ്ങി. ഇരുവരും പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു. ശിവഭഗവാൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിന്റെ മാഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു. സ്ഥലത്തെക്കുറിച്ച് കേട്ടയുടനെ ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു. അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രകാരങ്ങളോട് കൂടിയ ഒരു ക്ഷേത്രം അവിടെ പണി കഴിപ്പിച്ചു. ദേവന്മാർ പുഷ്പവൃത്തി ചൊരിഞ്ഞു. നാരദ മഹർഷി സ്തുതിഗീതങ്ങൾ പാടി. ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷിയായ പാർവതി പരമേശ്വരന്മാർ അടുത്തു തന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വിഷ്ണു പ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായും അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനുമായും മാറി.